ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെറൈറ്റി ഒരു ഐറ്റമാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ഒരു സാധനമാണ് ചെട്ടിനാട് പച്ചമുളക് മണ്ടി. പേര് കേട്ട് ഞെട്ടണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചെട്ടിനാട് പച്ചമുളക് മണ്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പച്ചമുളക് മണ്ടി ഉണ്ടാക്കാനെ കൊണ്ട് നമ്മളിപ്പോൾ ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നമുക്ക് നടുക്കൂടെ കീറിയെടുക്കണം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പച്ചമുളക് ആദ്യമേ ഈ തുമ്പ് അങ്ങ് കണ്ടിച്ച് കളയണം. കണ്ടിച്ചിട്ട് ഇത് നടുക്കൂടെ കീറിയെടുക്കാനാണ്. ഇങ്ങനെ രണ്ടായിട്ട് കീറി എടുക്കണം. നമുക്ക് ഓരോ പച്ചമുളകും അങ്ങനെ കട്ട് ചെയ്ത് കീറിയെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളക് നടുക്കൂടെ നമ്മൾ കീറി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പുളിവെള്ളം തയ്യാറാക്കണം. അതിനായിട്ട് പിഴുപുളി എടുത്തേക്കാണ്. പിഴുപുളി ഒരു നാരങ്ങ വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു അര ബൗൾ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പുളിയും ഉപ്പും കൂടി വെള്ളത്തിൽ നല്ലോണമൊക്കെ ഒന്ന് ജ്യൂസ് ആക്കി എടുക്കണം. അപ്പം നല്ലോണമൊക്കെ നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് പച്ചമുളക് മണ്ടി ഉണ്ടാക്കാനെ കൊണ്ട് നമുക്ക് ആദ്യമേ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നല്ലോണം ചൂടായി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുക. ഉഴുന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളിയാണ്. ഒരു 5 വെളുത്തുള്ളി എടുത്ത് ചതച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളി എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ചുമന്നുള്ളിയാണ്, കൊച്ചുള്ളി. ഇതൊരു 20 എണ്ണം പൊളിച്ചതാണ്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് 20 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവനെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളി നമ്മളൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, നമ്മൾ കീറി വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. ഇതിനകത്തോട്ട് നമുക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 നുള്ള് കായപ്പൊടിയും കൂടി ഇട്ടിളക്കണം. 1 നുള്ള് മതി. എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അട്ടിപ്പൊളി മണമാണ് കായത്തിൻ്റെയൊക്കെ. പുളിവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കണം. ഇതിനകത്തോട്ട് നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ടീസ്പൂണാണ്. ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റത്തേക്കൊന്ന് തിളക്കട്ടെ. പുളിവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റായി. നല്ലോണം കുതിച്ച് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഇതിൻ്റെ കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അട്ടിപ്പൊള്ളി. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നല്ല വാസനയാണ് ഇതിന് കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 5 മിനിറ്റും കൂടി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പച്ചമുളക് മണ്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റായി. ഇതിനകത്തോട്ട് നമുക്ക് ശർക്കരയാണിത്. 1 ടീസ്പൂൺ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കണം. ശർക്കര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അടുക്കി പിടിക്കരുത്. ഇതിപ്പോൾ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചോണം. ഇത് നല്ലോണം കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് മണ്ടി അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വാങ്ങിയെടുക്കണം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനെ കൊണ്ട്. നമുക്കിനിയിപ്പോൾ ഇതങ്ങ് വാങ്ങിയേക്കാം.
അപ്പോൾ നമ്മുടെ ചെട്ടിനാട് മുളക് മണ്ടി നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയും രാവിലത്തെ പഴങ്ങഞ്ഞിയൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതെന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു വെറൈറ്റി ഡിഷായി വരുന്നിടം വരെ ബൈ ബൈ.